ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അമ്മച്ചിക്ക് മെഡിസിൻസ് വാങ്ങിക്കാൻ പോകേണ്ട ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുപ്പത്തുഹോളിയമ്മ മരുന്ന് മേടിക്കുന്ന ക്ലിനിക്കിലോട്ട് പോകേണ്ടതെന്നൊക്കെയുള്ള ഒരു വഴി ഒന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണേ. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഈ വീഡിയോയെ. എന്ന് വെച്ചാൽ ചെറിയ ക്ലിനിക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, കുപ്പത്തുഹോളിയമ്മ. അപ്പോൾ അവിടെ പോയി മെഡിസിൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് തിറാത്ത് കാർമലിൽ നിന്ന് ഹൈഫയ്ക്ക് പോകുന്ന മെയിൻ സ്ട്രീറ്റാണ് കേട്ടോ, ഹെർസൽ സ്ട്രീറ്റ് എന്ന് പറയും. അപ്പോൾ ഈ കാണുന്ന അങ്ങോട്ടാണ് ഹൈഫയ്ക്ക് പോകുന്നത് കേട്ടോ, ഇങ്ങോട്ട് തിറാത്ത് കാർമലിന് പോകുന്നത്. പിന്നെ ഈ റൗണ്ട് കണ്ടോ, ഇവിടെ നിന്ന് ഇതിലം വഴിയും തിറാത്ത് കാർമലിലോട്ട് നമുക്ക് ഈ സ്ട്രീറ്റ് വഴിയൊക്കെ അങ്ങോട്ട് പോകാം കേട്ടോ. ആ വണ്ടി വരുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന കുപ്പത്തുഹോളിയമ്മിലോട്ടും ആ കൊച്ച് നടന്നു പോകുന്ന ആ സ്ഥലം കേട്ടോ, ആ സ്ട്രീറ്റിന് അങ്ങോട്ട് പോയാലും നമുക്ക് പോകാം. ഏതായാലും ഇന്ന് നമുക്ക് ഇപ്പോൾ പോണത് ഏതായാലും ഈ സൈഡിൽ കൂടെയുള്ള സ്ട്രീറ്റിലൂടെ പോകാവേ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ രണ്ട് സൈഡിലും വേസ്റ്റൊക്കെ ഇടാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിവിടെയും വേസ്റ്റ് ഇടുന്ന സംഭവമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ ഫ്ലാറ്റിൽ ഒരു മലയാളി ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്, വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലം കേട്ടോ. ഇത് ഈ വലിയ ഫ്ലാറ്റിൽ ഒരു മലയാളി കൊച്ചുണ്ടായിരുന്നു, ഇപ്പം അവിടെ നിന്ന് പോയി കണ്ടോ. ഇത് ഹൈഫയ്ക്ക് പോകുന്ന ബസ്സാണേ. ഈ ഫ്ലാറ്റിൽ ഒരു മലയാളി കൊച്ച് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ട ബസ് കണ്ട, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഹൈഫയ്ക്ക് പോകുന്നവരൊക്കെ കയറണം. അതിന് തൊട്ട് മുന്നേ ഒരു ബസ് വളഞ്ഞു പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് അറിയത്തില്ല. അതുമൊക്കെ തിറാത്ത് കാർമലിലോട്ട് ഷോർട്ട് കട്ട് പോലെ ഇടവഴികൾ പോലെ ഉണ്ട്, ഓരോ സ്ട്രീറ്റ് വഴി. നമുക്ക് ഏതായാലും ഈ റോഡ് ക്രോസ് ചെയ്യണം. ഈ കാണുന്ന ഫ്ലാറ്റിലാണ് ഒരു മലയാളി ചേച്ചി ഉള്ളത്. ഉണ്ടോ ആ കാണുന്ന സ്ട്രീറ്റ് കണ്ടോ, അത് ബിയാലിക്ക് എന്ന് പറയുന്ന സ്ട്രീറ്റിലോട്ട് പോകുന്നുണ്ട്. ഹെർസൽ സ്ട്രീറ്റിൽ നിന്ന് ബിയാലിക്കിലോട്ട് പോകുന്നതാണ് കേട്ടോ. അങ്ങോട്ട് പോയാലൊക്കെ നമ്മുടെ മലയാളികളുണ്ട്. പിന്നെ വേറൊരു സൂപ്പറിൽ ഞാൻ സാധാരണ കൂടുതലും പോകാറുള്ളത് നേരെ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ റൗണ്ട് ഉണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. ഇവിടെ പിന്നെ ഇവിടെ കൊണ്ടൊരു മലയാളി കൊച്ചുണ്ടായിരുന്നു, അവർക്ക് ഇവിടെ നിന്ന് പോയി ജെറുസലേമിലോട്ട്. എൻ്റെ ഇതൊരു മലയാളി ചേച്ചിയുടെ ഫ്ലാറ്റാണ്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഇതിവിടെ ഒരു GMD എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അവിടെ ചേഞ്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. നമുക്കേതായാലും കുപ്പത്തുഹോളിയമ്മിലോട്ട് പോകണം. നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്, പക്ഷെ ഞാനൊന്ന് റോഡ് ക്രോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് കണ്ടോ, ഈ ഹെർസൽ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾക്ക് പോകേണ്ടത് ഹെർസൽ സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. കാരണം നമുക്ക് അങ്ങോട്ടാണ് കുപ്പത്തുഹോളിയമ്മിൽ പോകേണ്ടത്. ഒരു മലയാളി കൊച്ചപ്പുറത്ത് വർക്ക് ചെയ്യുന്ന അതിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച കാരണം നമുക്കൊന്ന് റോഡ് ക്രോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഈ പേര് കണ്ടോ, നമ്മൾ പോകേണ്ട റോഡിൻ്റെ പേര് HL സ്ട്രീറ്റ് എന്നും നമ്മൾ വന്ന മെയിൻ റോഡ് ഹെർസൽ സ്ട്രീറ്റും കണ്ടോ. ഇതാണ് ഹെർസൽ. അങ്ങോട്ട് നമുക്ക് പോകേണ്ടത് ഹെർസൽ സ്ട്രീറ്റിലോട്ടാണ്. നേരെയുള്ള നമ്മൾ റോഡ് ക്രോസ് ചെയ്തത് ഇവിടെയാണ് കേട്ടോ. ഒരു മലയാളി ചേച്ചി വർക്ക് ചെയ്യുന്നത്, ഒരു മലയാളി കൊച്ചുണ്ട്, എൻ്റെ നാട്ടുകാരിയാണ്, തലയോരപ്പറമ്പുകാരി. അങ്ങോട്ടൊക്കെ ഫ്ലാറ്റ് ഉണ്ട്, ഇതിലും വഴിയൊക്കെ എല്ലാം ഷോർട്ട് കട്ട് ചെയ്യണം കണ്ടോ. ഫ്ലാറ്റിൽ എൻ്റെ അമ്മച്ചിയുടെ കസിൻ വർക്ക് ചെയ്യുന്നുണ്ട്, താമസിക്കുന്നുണ്ട്.
പഴയ ഫ്ലാറ്റുകളെല്ലാം പൊളിച്ച് പുതിയത് ഇങ്ങനെ അവർ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോന്നോരോന്ന് എത്ര പെട്ടെന്നാണെന്നറിയാം ഇവിടെയൊക്കെ ബിൽഡിങ്ങൊക്കെ പെട്ടെന്ന് ഇതാകുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ മലയാളി കൊച്ച്. ഞാൻ കയറിയിട്ട് വരാവേ. അങ്ങോട്ടാണ് നമുക്ക് കുപ്പത്തൊളിമി പോകേണ്ടത്. എന്താ മുന്തിരിയൊക്കെ ഉണ്ടോ? റോഡ് സൈഡിൽ മുന്തിരിയൊക്കെ വിളഞ്ഞ് ഇതുണ്ടോ, മുരിങ്ങയാണ്, മുരിങ്ങയുടെ മരം. നേരത്തെ ഒരു മലയാളി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫ്ലാറ്റിലാണേ. ഇവിടുന്ന് പോയി. ഇതുണ്ട്, ഈ ബസ് കൊഫ കാർമലിലോട്ടാട്ടോ 49 അർബാൻ ദത്തേശ പോണത്. പിന്നെ ഈ ഫ്ലാറ്റിൽ മലയാളി കൊച്ചുണ്ടായിരുന്നു, മലയാളി ശ്രീലങ്കയൊക്കെ ഉണ്ടായിരുന്നു. അവരും ഒക്കെ പോയി. അടുത്ത സ്ട്രീറ്റ്. ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത, ഏത് വഴി കൂടി പോയാലും കറങ്ങിത്തിരിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താം. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും. ഞങ്ങൾ ഈ പാർക്ക് കണ്ടോ, ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ടുള്ള ഈ പാർക്കിന് മൊട്ടക്കുന്നെന്ന് പറയും കേട്ടോ. ഇതാ ഫ്ലാറ്റ് കണ്ടോ, അവിടെ നേരത്തെ ഒരു മലയാളി കൊച്ചുണ്ടായിരുന്നു, അതും പോയി. ആരെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഫ്ലാറ്റുകളിലുണ്ടാവും. ഉണ്ടോ, ഈ പാർക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചല്ലോ, ഷെറേറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിലോട്ട് ചെന്ന് കയറാൻ പറ്റും. പിന്നെ ഇതാ കാണുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടോ, അതാണ് സൂപ്പർ ഫാമിൻ്റെ അവിടുത്തെ ആ വലിയ ബിൽഡിങ്ങാണേ. വേറൊരു വീഡിയോയിൽ ചെയ്തായിരുന്നു. തിറാത്ത് കാർമലിലെ ഏറ്റവും വലിയ ഫ്ലാറ്റാണ്. ഏറ്റവും ആദ്യത്തേന്ന് വെച്ചാൽ ഒരു 8-10 വർഷം മുന്നേ അതേ ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും വലിയൊരു ഫ്ലാറ്റായിട്ട്. അപ്പോൾ കുറേണൊക്കെ പൊങ്ങി. ഉണ്ടോ, ഈ സ്ട്രീറ്റിൻ്റെ പേര് കണ്ടോ, കാണിക്കാൻ മറന്നുപോയി.
ഈ ഓരോ സ്ഥലങ്ങളിലും ക്രെയിൻ നിങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം പഴയ ഫ്ലാറ്റുകൾ പൊടിച്ച് പുതിയ ഫ്ലാറ്റൊക്കെ പണിയാന്നാണ്. ഈ സ്ട്രീറ്റിൽ കൂടി ഇങ്ങോട്ട് പോകുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബെത്കനൈസറുണ്ട് കേട്ടോ ഇവരുടെ. പത്തോളിയുമാണ് ഈ കാണുന്നത്. നമുക്ക് ശരിക്കും ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടേയല്ല, അതിന് മുന്നേ എനിക്ക് അമ്മച്ചിയുടെ ലെറ്റർ വന്നേക്കണത് എടുക്കാനുണ്ട്. എന്നാൽ പിന്നെ അതും കൂടി എടുത്തിട്ട് അങ്ങോട്ടേയല്ല. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കണ്ടോ. നേരെ കുപ്പത്തോളിമിൻ്റെ ഫ്രണ്ടിൽ തന്നെ കണ്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടുള്ള അതിൻ്റെ ഇതാണ് ബസ് സ്റ്റോപ്പ്. അമ്മച്ചിക്ക് ലെറ്റർ എടുക്കേണ്ടത് ഇതാണ് കുപ്പത്തോളിന്ന് കേട്ടോ. ഏതായാലും അമ്മച്ചിയുടെ ലെറ്റർ എടുക്കേണ്ട കാരണം ഞാൻ ജസ്റ്റ് ലെറ്ററും കൂടി എടുത്തിട്ട് അങ്ങോട്ട് ചെന്ന് കയറാം. ഈ സ്ട്രീറ്റിലോട്ട് തിരിയുമ്പോഴത്തേക്കാണ് ലെറ്റർ എടുക്കണ സ്ഥലം. കണ്ടോ, അമ്മച്ചിയുടെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. ഇതൊക്കെ ഷോർട്ട് കട്ട് ആടിയൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലോട്ട് പോകാം കേട്ടോ. അമ്മച്ചിയുടെ സിക്കർ ഇട്ടേക്കുന്നത് ഇവിടെ. ഒരു ലെറ്റർ മാത്രമേ വന്നിട്ടുള്ളൂ. തിരുമൊഴിയൊക്കെ അങ്ങോട്ട് ഇടവഴി കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാം കേട്ടോ. നമ്മളിവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അതിലും വഴി അപ്പുറത്തോട്ട് നമുക്ക് ഷെറയത്തിലോട്ട് ചെന്ന് കയറാൻ പറ്റുമേ. പക്ഷേ തൽക്കാലം കുപ്പത്തോളിമിലോട്ട് നമുക്ക് പോകണം. അതിന് മുന്നേ ഈ സ്ട്രീറ്റ് ഒന്ന് കംപ്ലീറ്റ് നിങ്ങളെന്ന് കാണിച്ചു തന്നേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിവിടം വരെ ഒന്ന് പോയാൽ മതി. മാധവനിലോട്ടൊക്കെ ഈ സ്ട്രീറ്റ് വഴി ഇപ്പം നമ്മളിത് വന്ന ഇതിലം വഴി വന്ന് നേരെ വന്ന് കയറുന്ന ആ സ്ട്രീറ്റ്, ഇപ്പം ആ വണ്ടി വന്നെ കണ്ടോ, ആ നേരെ കിടക്കുന്ന ആ സ്ട്രീറ്റിൻ്റെ പേരാണ് ജബോൻസ്കി സ്ട്രീറ്റ്. നമ്മൾ ഹെർസറ്റ് സ്ട്രീറ്റ് ഇങ്ങനെ മെയിനായിട്ട് ആ സൂപ്പർ ഫാമിൻ്റെയൊക്കെ അതിരം വഴി പോകുമ്പോൾ താഴത്തോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ട്രീറ്റിൻ്റെ പേരായിരുന്നു ജബോൻസ്കി സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിലോട്ടാണ് നമ്മുടെ ഹെർസൽ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ആ മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇടവഴികളല്ല ഓരോ സ്ട്രീറ്റുകൾ വന്ന് ഈ മെയിനായിട്ടുള്ള ഈ ഒരു സ്ട്രീറ്റിൽ വന്ന് കയറും. കണ്ടോ,
ഈ നമ്മുടെ റൈറ്റിലോട്ട് ആ വണ്ടികൾ പോകുന്ന സൈഡിലോട്ട് പോണതാണ് ജബോൻസ്റ്റിയുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ക്ലബ്ബൊക്കെ ഉള്ളത്. ജസ്റ്റ് ഒന്ന് പോകുന്നില്ല, ഇരുന്ന് കാണിച്ചേക്കാം. ഇതുണ്ടോ, ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത റൗണ്ടിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് ക്ലബ്ബൊക്കെ ഉള്ളത് കേട്ടോ. അത് ജബോൻസ്റ്റി സ്ട്രീറ്റാണ് കേട്ടോ ഈ കാണുന്ന മെയിൻ. ആ വലിയ ഇത് കണ്ടോ ഫ്ലാറ്റ്, അത് മേളിൽ ആ ഹെർസ സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് നേരെ താഴത്തോട്ട് കിടക്കുന്നതാണ് ഈ സ്ട്രീറ്റ്, ജബോൻസ്റ്റി സ്ട്രീറ്റ്. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ വന്ന സ്ട്രീറ്റിൻ്റെ പേരാണ് എഡ്സൽ സ്ട്രീറ്റ്. കണ്ടോ, നമുക്ക് കുപ്പത്ത് ഹോളിമിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ ക്രോസ് ചെയ്ത് ഇവിടെ ഒരു മലയാളി കൊച്ച് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ മലയാളി പിള്ളേർ വർക്ക് ചെയ്ത് കേട്ടോ ഈ ഫ്ലാറ്റിലൊക്കെ. ഞാൻ ഇസ്രായേലിൽ ഏറ്റവും ആദ്യം വന്നപ്പോഴല്ല, ഈ തിരാത്ത് കാർമലിൽ ഏറ്റവും ആദ്യം വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ് മാഗി എന്ന് പറയും. ആ കൊച്ച് വർക്ക് ചെയ്തിരുന്നത് ആ ഫ്ലാറ്റിലാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഫ്ലാറ്റിലാണ് ഞാനും അമ്മച്ചിയും കൂടി ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് തിരിച്ച് കുപ്പത്ത് ഹോളിമിലോട്ട് തന്നെ പോകാമേ. നമ്മൾ വന്ന എഡ്സൽ സ്ട്രീറ്റ് വഴി തന്നെ ഇത് പോകാം. ഇതിനും വഴിയൊക്കെ ഷോർട്ട് കട്ട് ആടി നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഷെറാറ്റയിൽ ചെന്ന് കയറാം കേട്ടോ, സ്ട്രീറ്റിലൊക്കെ ഒക്കെ. പിന്നെ വേറെ ദിവസം കാണിക്കാൻ പറ്റുമ്പോൾ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ജനുവരിയിലൊക്കെ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്രായേലിൽ ജോലിയൊക്കെ അത്രയും നാളുണ്ടെങ്കിൽ നാട്ടിൽ പോകാനൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുന്നു. അന്നേരം അതിന് മുന്നേ നമ്മൾ റിലീവറൊക്കെ തപ്പുമ്പോഴത്തേക്ക് അവർ ചോദിക്കും, നമ്മൾ കുപ്പത്തുകുളമ്പിൽ പോയി മരുന്നൊക്കെ അവരോട് മേടിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവർക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചും കൂടിയാണ് കേട്ടോ ഈ വീഡിയോസ് എടുത്തത്. ഇതുണ്ടോ, കുപ്പത്തുകുളമ്പിയുടെ നമ്മൾ തിരിച്ചു വന്നതാണ്. നമ്മൾ വന്നത് അതിരമ്പടിയാട്ടോ വന്നത്, ആദ്യം വീട്ടിൽ നിന്ന് വന്നത്. മരുന്ന് മേടിക്കേണ്ട സ്ഥലം താഴെ തന്നെയാണ്. റിസപ്ഷനും ഡോക്ടറുടെ OP ഒക്കെ മേളിലാണ്. കുട്ടികളുടെ ഐറ്റംസ് എല്ലാം താഴെയാണ്. ഇത് ജസ്റ്റ് OP യും ക്ലിനിക്കും ലാബൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അഡ്മിഷനൊന്നുമില്ല, അഡ്മിറ്റാക്കുന്ന സ്ഥലമല്ല, ക്ലിനിക്കാണ് കേട്ടോ. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കാർഡ് 200, נכון? 300. אין? אולי תחילת שבוע הבא. שקית גדול? איפה יש? 558. לעמדה מספר 3. מה, סתם אני אבוא כל יום... ഇവിടെ നിന്നുള്ള അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജബോൻസ്റ്റി സ്ട്രീറ്റിൽ ചെന്ന് കയറാൻ പറ്റും കേട്ടോ.
നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ട് തന്നെ, റൈറ്റിലോട്ട് തന്നെ, നമ്മുടെ വീട്ടിലോട്ട്. ലെഫ്റ്റിലോട്ട് പോയിട്ട് ഷെറത്തിലൊക്കെ ചെന്ന് കയറി പല വഴിയിൽ കൂടി നമ്മുടെ വീട്ടിലെത്താം. എന്നാലും നമുക്ക് വന്ന വഴി കൂടി തന്നെ പോകാം. ഇവിടെ നമ്മുടെ മലയാളി ചേച്ചി വർക്ക് ചെയ്തിരുന്ന ഫ്ലാറ്റാണേ. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. മരമൊക്കെ അത് ഷോർട്ടായിട്ട് വെട്ടി നിർത്തി ഭംഗിക്കൊക്കെ വെച്ചേക്കണം. എന്ത് രസമല്ലേ. ഇതൊക്കെ ഈ ഒരു തിലത്കാർമലിൽ വളരെ കുറച്ച് ഫ്ലാറ്റുകളെ ഇപ്പോൾ പഴയതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിരപ്പാക്കി പുതിയ ഫ്ലാറ്റുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതും കാലക്രമേണ എല്ലാം നല്ല പുതിയ ഫ്ലാറ്റായിട്ട് മാറും. ഭംഗിയില്ലേ ഈ പൂക്കളൊക്കെ കാണാൻ. അവക്കാദോ ഉണ്ടായി നിൽക്കണം കണ്ട. ഇതന്നെ സൂമാകാത്ത ഞാൻ കണ്ടല്ലോ. ഉണ്ട് അവക്കാദോ. ഈ വഴി കൂടി നമുക്ക് പോകാം ക്ലബിലോട്ടെ. ഒരുപാട് ഇങ്ങനെ സ്ട്രീറ്റുകളുണ്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിലോട്ടും ചെല്ലാനായിട്ട്. മരയുടെ മൂടി കണ്ടോ. കാർമൽ എന്ന് പറയണ ഏരിയ കണ്ടോ. ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഉണ്ട് ഇവിടെ ഒരു മലയാളി വർക്ക് ചെയ്തിരുന്നതാണ്. ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചതിൻ്റെ ഇവിടെ. അവിടെ ഒരു വാഴ നിൽക്കുന്നുണ്ടോ ഫ്ലാറ്റിൻ്റെ അവിടെ. മലയാളി ചേച്ചി വർക്ക് ചെയ്ത ഫ്ലാറ്റ്. ഓക്കെ.
ചൂടാണ് കേട്ടോ, എന്ത് ചെയ്യാനാ, മരുന്ന് മേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ ഡ്യൂട്ടി അല്ലേ. കെയർ സെൻറ്ററിൽ പോകാത്ത ദിവസം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. വീക്കിലി 3 days മസ്റ്റായിട്ടും ഡേ കെയർ സെൻറ്ററിൽ മാതോണ്ടുള്ള അമ്മച്ചീനെ കൊണ്ടുപോകണം. രാവിലെ ഇവിടുത്തെ 7:30 റോട്ടിൽ വണ്ടി വരും. പിന്നെ എഴുന്നേറ്റ് അമ്മച്ചീനെ റെഡിയാക്കി വണ്ടിയെ കയറ്റി തിരിച്ച് ഡേ കെയർ സെൻറ്ററിൽ നിന്ന് വണ്ടിയെ വന്ന് റോട്ടിൽ ഇറങ്ങുമ്പോൾ 2:15. അമ്മച്ചീനെ പെരേടകത്ത് നടത്തിച്ച് കയറ്റി കഴിയുമ്പോൾ 2:30. പിന്നെ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പെറുക്കി എല്ലാം കഴിഞ്ഞ് അമ്മച്ചി ഹാളിലോട്ട് വരുമ്പോഴത്തേക്ക് 4-4:30 ആവും. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡോ കാര്യങ്ങളൊക്കെ കഴിക്കാനോ റെഡിയാക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. അമ്മച്ചിക്ക് അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു മരടിച്ച് വർക്ക് ചെയ്യുന്ന ഫ്ലാറ്റ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട് തന്നെ, ആ ഫ്ലാറ്റിലും ഉണ്ട് കേട്ടോ മലയാളി ചേച്ചി. ആ ഫ്ലാറ്റിലൊക്കെ ഉണ്ടായിരുന്നു മലയാളികൾ, ആ ഫ്ലാറ്റിലും ഉണ്ടായിരുന്നു. അവിടുത്തെ ആ മരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ജെറുസലേമിന് പോയി അവിടുത്തെ ഫ്ലാറ്റിൽ. അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിനടുത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഉണ്ട്, നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഇതൊക്കെ നിർത്തിത്തന്നു നമ്മൾ. ഞങ്ങളുടെ വീടെത്തി. ഇനി ഇതേപോലെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാം. അങ്ങനെ വീഡിയോസൊന്നും എടുത്ത് നടക്കാൻ നമുക്ക് ടൈം കിട്ടാറില്ല. പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഓടി വരാം. വീഡിയോ എടുക്കുമ്പോൾ പതിയല്ലേ നടക്കാൻ പറ്റുള്ളൂ. ആ ഷെറേറ്റ് വഴിയും നമുക്കിങ്ങോട്ട് വരാമായിരുന്നു കേട്ടോ. അടുത്ത നല്ലൊരു വീണ്ടും കാണാവേ. ബായ്.